നരകമാണെന്ന് പറഞ്ഞിട്ടല്ല നിർത്തുന്നില്ല. അല്ലാഹു ആ വൈലെന്ന നരകം കൊടുക്കുന്നത് നിസ്കാരമില്ലാത്തവന് മാത്രമല്ല, പിന്നെ ആർക്കാണ്? അല്ലാഹു പറയുന്നു പരോപകാര സാധനങ്ങൾ കൊടുക്കാത്തവർക്ക്. എന്റെ സഹോദരിമാര് നന്നായിട്ട് കേട്ടോളി. അപ്പുറത്തെ വീട്ടിലെ ഏതോ ഒരു ഗസ്റ്റ് വന്നു. ആ സമയത്ത് ആ ഗസ്റ്റ് വന്നപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ അധികം ആളുകൾ വന്നപ്പോ അവർക്കും കൂടി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ പാത്രം അവരുടെ വീട്ടിലില്ല. ആ പാവപ്പെട്ട സ്ത്രീ വന്നിട്ട്, നമ്മുടെ വലിയ കൊട്ടാരമല്ലേ, എല്ലാ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പാത്രം ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നിസ്സാരമായ ഒരു പാത്രം, നമുക്ക് യാതൊരു നഷ്ടമില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് പറയാണ്, അങ്ങനത്തെ ഒരു പാത്രം ഇവിടെ ഇല്ലടി, ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ. അള്ളാഹുവിന്റെ ഖുർആൻ യാതൊരു മറയില്ലാതെ പറയട്ടെ, അള്ളാന്റെ ഖുർആൻ പറയുന്നു ഫവൈൽ, അവൾക്കും നരകമാണ്. നമ്മൾ കരുതി എന്താ, കള്ളു കുടിക്കുന്നവന് നരകം, പലിശ വാങ്ങുന്നവന് നരകം, അല്ലേ, പരദൂഷണം പറയുന്നവന് നരകം. അല്ല പെങ്ങളെ, അല്ല. പരോപകാര സാധനങ്ങൾ തടയുന്നവർക്ക് അത് പാത്രമെന്നല്ല മുഫസ്സിരീങ്ങൾ അതിന് ഉദാഹരണം കൊടുത്തത്. എന്താണെന്നറിയോ? ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് തേടി വന്നു നമ്മുടെ വീട്ടിന്റെ അയൽവാസി, ഒരു സ്പൂണങ്ങ് തരുവോ? അല്ലെങ്കിൽ ഒരു സൂചി, എന്തെങ്കിലും ഒരു വസ്ത്രത്തിൽ ഒരു കേടുപാട് സംഭവിച്ചപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു സൂചി, ഒരു നൂല്, ഇത് ചോദിച്ചിട്ട് വരുമ്പോ ഒരു പെണ്ണ് നമ്മളടുത്ത് ചോദിച്ചു, ഒരു ചെറിയ പേപ്പർ നമ്മളടുത്ത് ചോദിച്ചു. കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ലാത്ത ഒരു സംഗതിയാണ്. അത് നമ്മളെ തടഞ്ഞു വെച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫവൈലുൻ, അവന് നരകമാണ്. എന്താ കരുതിയത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിമ്പിളാന്നാ കരുതിയത്. ഇന്ന ദീന യുസുറൻ, അള്ളാഹുവിന്റെ ദീന് സിമ്പിൾ തന്നെയാ. പക്ഷേ അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം. ഇതൊക്കെ നമുക്ക് കഴിയുന്നതാണ്.